ശരി, മഹാരാഷ്ട്രയിൽ ഇടുക്കി ബഹിൻ പദ്ധതിയിൽ യുട്ടേൺ എടുക്കുകയാണ് ബി.ജെ.പി. പദ്ധതി ഉടൻ നടപ്പാക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് അതിനൊരു കാരണം. ബസന്താണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലാ സീറ്റുകളിലും മുന്നണിക്ക് സ്ഥാനാർത്ഥികൾ വേണമെന്ന് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. പരമാവധി സീറ്റുകൾ ജയിക്കണം. ഇതിനായി മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. കൊച്ചിയിൽ ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം വന്നത്. വിവരങ്ങൾ പ്രദീപ് ജോസഫ് നൽകും. പ്രദീപ്, തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി തന്നെ ഇറങ്ങാനാണ് ബി.ജെ.പിയുടെ നീക്കം. എന്തൊക്കെ കാര്യങ്ങളാണ് യോഗത്തിൽ തീരുമാനിച്ചത്? ഹിമ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയം നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നത് സംബന്ധിച്ച ചർച്ചയാണ് ഇന്ന് കൊച്ചിയിൽ ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും, ഗ്രാമപഞ്ചായത്തുകളിലും, ബ്ലോക്ക് പഞ്ചായത്തുകളിലും, ജില്ലാ പഞ്ചായത്തുകളിലും, നഗരസഭയിലും ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും എല്ലാ വാർഡുകളിലേക്കും ബി.ജെ.പി. പ്രതിനിധികൾ, അതായത് NDA പ്രതിനിധികൾ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഉണ്ടായത്. ഈ ഒരു കാര്യം കേന്ദ്ര നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട് എന്ന് നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചു. മാത്രമല്ല, പൊതുസമ്മതരായ ആളുകളെ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കുകയും വേണം. അങ്ങനെ മികച്ച വിജയം നേടാൻ സാധിക്കും. മികച്ച വിജയം നേടാൻ സാധിക്കുന്ന ഇടങ്ങളിൽ അത്തരത്തിൽപ്പെട്ട പൊതുസമ്മതിയുള്ള ആളുകളെ കണ്ടെത്തണം. മാത്രമല്ല, നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ വാർഡ് നിലനിർത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള നിർദ്ദേശവും കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി വരുന്നത് മറ്റാളുകളായിരിക്കാം. അത് ആരായിരുന്നാലും, ആര് മത്സരിച്ചാലും, NDAക്ക് വേണ്ടി ആര് മത്സരിക്കുന്നുവോ അവർ വിജയിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നിലവിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ടായി. ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ NDAയുടെ അംഗങ്ങളുടെ വിപുലമായ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ NDA ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ തലങ്ങളിൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്.